ക്നാനായ സഭ നേരിടാൻ പോകുന്നത് വറുതിയുടെ നാളുകൾ. ചില സ്വാർത്ഥ താല്പര്യക്കാർ സഭയെ മുച്ചൂടും മുടിപ്പിച്ചതും കൊള്ളയടിച്ചതും ചോദ്യം ചെയ്യാതിരിക്കാൻ പാത്രിയാർക്കീസിന്റെ സഭയോടുള്ള അധികാരം എടുത്തുകളയാൻ ശ്രമിക്കുന്നു. പൂർവികന്മാർ എഴുതി തയ്യാറാക്കിയ ക്നാനായ സമുദായത്തിന്റെ യഥാർത്ഥ ഭരണഘടന ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അമെൻമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ദോഷം സമുദായക്കാർക്ക് തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാസാക്കുക മൂലം ക്നാനായ ഡിയോസിസ് എന്ന നമ്മുടെ പദവി സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ പാത്രിയാർക്കീസിന്റെ സുപ്രീമേസി ഉപേക്ഷിക്കുക മൂലം അമെൻമെന്റ് എഫക്റ്റീവ് ആകുന്ന ദിവസം മുതൽ പാത്രിയാർക്കീസിന്റെ അധികാര സീമയിൽ നിന്നും അന്യാധീനപ്പെട്ട ഒരു സമൂഹമായി മാറിപ്പോകുന്നു ക്നാനായ സമൂഹം. അന്നു മുതൽ പാത്രിയാർക്കീസിന് ക്നാനായ സമുദായത്തിന് മേൽ നിയമപരമായോ കാനോനികമായോ ഒരു ഉത്തരവാദിത്തവും ഉണ്ടായിരിക്കുന്നതല്ലെന്നാണ് വെളിപ്പെടുന്നത്. പാത്രിയാർക്കീസ് പ്രതിനിധാനം ചെയ്യുന്ന സാർവത്രിക സുറിയാനി സഭയിൽ നിന്നും ക്നാനായ സമുദായം സ്വയം തള്ളപ്പെട്ടു പോകുന്നു. മാത്രമല്ല, ഇനിമേലിൽ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ, അതായത് ആചാരത്വവും കൗദാശികവും കാനോനികവും ഭരണപരവും ലിട്രിജിക്കൽ മുതലായി സമുദായത്തിന് ലഭിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളിൽ നിന്നും സമുദായം അന്യപ്പെട്ടു പോകുന്നു. പരിശുദ്ധ പാത്രിയാർക്കീസ്മാർക്ക് ഇനിമേലിൽ മെത്രാൻ പട്ടം കൊടുക്കുന്നതിനോ മൂറോ ലഭ്യമാക്കുന്നതിനോ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് മുഖാന്തരമായി സമുദായത്തിന് ആചാരത്വ പിന്തുടർച്ച നഷ്ടമാകുകയും വിശുദ്ധ മൂറോൻ മുഖാന്തരം ലഭ്യമാകുന്ന പരിശുദ്ധാത്മ നൽവരം നഷ്ടമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, സത്യസഭയുടെ സംസർഗത്തിൽ നിന്നും സമുദായം അന്യരായി തീരുകയും വെറും ഒരു സെക്കുലർ സെക്റ്റായി അധപതിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതാണോ ക്നാനായ സമുദായത്തിന് വേണ്ടതെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചാലുവേലിൽ പുന്നൂസ് കോർ എപ്പിസ്കോപ്പ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പുന്നൂസ് കോർ എപ്പിസ്കോപ്പയുടെ ഈ സന്ദേശത്തിന് കീഴിലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പ്രതികരണങ്ങളാണ് വരുന്നത്. ആ പ്രതികരണങ്ങൾ കണ്ടാൽ അറിയാം ക്നാനായ മക്കൾ ഈ ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കുന്നില്ലെന്ന്.